ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ഗൈഡൻസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. റീയൂണിയനാണ്. അതുപോലെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നു എന്നുള്ള കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ത് തന്നെയായാലും അത് വർക്കാവുന്നു എന്നാണ് 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇവിടെ ഹോം കമ്മിങ് ആണ്. നിങ്ങൾ ദൂരെ വിദേശത്തോ മറ്റുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് വരാനും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെ കാണാനും ഒക്കെ സാഹചര്യമുള്ളതായിട്ടാണ് 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് ഒരു അച്ചീവ്മെൻറ്റ്, ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു പാഷനെ ചേസ് ചെയ്താണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ മുന്നോട്ട് നിങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമായിരിക്കും 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 5 ഓഫ് കപ്സ് ആണ്. അപ്പം ഈ നഷ്ടപ്പെട്ടു പോയി, പാസ്റ്റിൽ നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യത്തെ ഓർത്തിട്ട് ദുഃഖിച്ചിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നഷ്ടപ്പെട്ടു പോയത് എന്ത് തന്നെയായാലും, ഇപ്പോൾ ഒരു പേഴ്സൺ ആണെങ്കിൽ ഇത് കപ്പ് എനർജി ആയതുകൊണ്ട് ഇമോഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്ന ഒരിടം, അതൊരു പേഴ്സൺ ആയിരിക്കാം, ഒരു ജോലി ആയിരിക്കാം, ജോലി സ്ഥലമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ നിങ്ങൾ അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഇതിന് പകരം നിങ്ങൾ മറ്റു പലതിനെയും കണ്ടെത്തിയിട്ടുണ്ടാകാം, കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കമ്പാരിസൺ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നഷ്ടപ്പെട്ടതായിരുന്നു മികച്ചത് എന്ന് തോന്നുന്ന ഒരു ഇൽ ഫീലിംഗ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നൊരു ഫീലിംഗ് തോന്നുന്നത്. അതാണ് ഈ 5 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക എന്നാണ്. നിങ്ങൾക്ക് ചുറ്റും അതിനേക്കാൾ ബെറ്റർ ആയതുണ്ട്, പക്ഷേ നിങ്ങളതിനെ കാണുന്നില്ല എന്നാവാം. കിട്ടുന്നുണ്ടാവും, നിങ്ങളത് എടുക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അതിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നോക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളിപ്പോഴും ആ പാസ്റ്റിൽ ക്ലിങ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് 8 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ നല്ലൊരു ദിവസമാണ്. ഇവിടെയും മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നു, ആക്ഷൻ എടുക്കുന്നു, അത് മുന്നോട്ട് വരുന്നു എന്നൊക്കെയാണ് 8 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെയില്, ഒരു മെസ്സേജ്, ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു ഓഫർ ഒക്കെ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു വാർത്ത നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് 8 ഓഫ് വാണ്ട്സ് പറയുന്നത്. നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയാണെങ്കിൽ അയാൾ ഇന്ന് യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് എയർ ട്രാവലിൻ്റെ കാർഡാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ, നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ യാത്രയൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇതും ട്രാവലിങ്ങിൻ്റെ കാർഡായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് കിങ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ പാഷൻ അല്ലാത്ത, പാഷൻ ഇതുവരെ എന്തായിരുന്നോ നിങ്ങളുടെ പാഷൻ, ആ പാഷനെ നിങ്ങൾ ചേസ് ചെയ്ത് പിടിക്കുന്നവരാണെന്നുണ്ട്. നിങ്ങൾ എന്തിനെയാണോ ചേസ് ചെയ്തുകൊണ്ടിരുന്നത് അത് അച്ചീവ് ചെയ്യുന്നതായിട്ടും അതിൻ്റെ മാക്സിമം ഓപ്റ്റിമൽ ലെവൽ എത്തിയതിന് ശേഷം നിങ്ങൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്നതാണ്. മറ്റൊരു പാഷനിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട്, നിങ്ങളുടെ ചിന്തകൾ മറ്റൊരു പാഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് കിങ് ഓഫ് വാണ്ട്സ് പറയുന്നത്. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളാണ്, വളരെ കരിയർ ഓറിയൻറ്റഡ് ആണ്. എന്നാൽ കൂടുതലായിട്ട് കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ എന്നും ചെയ്യുന്ന ജോലിയിൽ നിന്ന് വ്യത്യാസമായിട്ട് മറ്റെന്തെങ്കിലും ഒരു കരിയറിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതല്ലെങ്കിൽ മറ്റെന്ത് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് കിങ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പവർഫുള്ളാണ്. നിങ്ങൾ സ്പിരിച്വലി വളരെ ഹൈ എസ്റ്റീംഡ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ സോള് ശരിക്കും നിങ്ങളുടെ ഒരു സോളിൻ്റെ എക്സിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങൾ മുമ്പുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു കമ്പാരിസൺ നടത്തുന്നതാവാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്ട്രെങ്ത് കാർഡ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ വയറുമായി ബന്ധപ്പെട്ട് വയറുവേദനയാവാം, PCOD, PCOS അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഡയറിയ, വോമിറ്റിങ് അങ്ങനെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വയറുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ വളരെ
ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടുള്ള നാരോ എസ്കേപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു ഓൾ ഓഫ് എ സഡൻ പുറത്ത് കടക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വളരെ വിദഗ്ധമായിട്ടൊക്കെ ഒന്ന് രക്ഷപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടായിരിക്കും സർവൈവൽ, പക്ഷേ അവിടെ നിന്നൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യും. ബിക്കോസ് നിങ്ങൾ ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി വന്നിട്ടുള്ള ഒരാൾ അല്ല. നിങ്ങൾക്ക് യു ആർ സപ്പോസ് ടു ഗോ ഫോർ ലോങ് വേ. നിങ്ങൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടവരാണ്. നിങ്ങൾ യു ആർ നോട്ട് മെയിൻ ഫോർ ദിസ്. നിങ്ങളിപ്പോൾ എന്താണോ നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലൊക്കെ ഒരുപാട് മൈൽസ് ആൻഡ് മൈൽസ് ടു ഗോ, ഒരുപാട് ദൂരം പോകേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നിങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. വീണ്ടും വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വർക്കിൽ പാഷനേറ്റ് എന്ന് പറയുന്നില്ല, വർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എടുത്തുചാട്ടം കാണിക്കുക, മുൻകോപം കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാൻ പാടില്ല. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക, ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് ഒരു ഡബിൾ കാർഡ് ഉണ്ട്. ഇന്ന് എന്തിനോടൊക്കെയോ വല്ലാത്ത ഒബ്സഷൻ, അഡിക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വല്ലാത്ത ഒരു എന്താണ് പറയുന്നത്, പലതിനോട് നിങ്ങൾക്ക് എന്തിനോടാണോ ഒബ്സഷൻ ഉള്ളത് അത് ഇന്ന് നിങ്ങൾക്ക് തന്നെ റിവീൽഡ് ആവുന്നതും നിങ്ങൾ ആ ഒബ്സഷന് പിന്നാലെ പോകുന്നതുമാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് അഡിക്ഷനൊക്കെ മറ്റ് ചില കാര്യങ്ങളോട് തോന്നാൻ സാധ്യതയുണ്ട്. 9 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യം, നിങ്ങൾ ഭയപ്പെടുന്നത് ഈ ഒബ്സഷനെയൊക്കെ ആയിരിക്കാം. ഭയത്തിൻ്റെ ഒരു ഓപ്റ്റിമമാണ്. നിങ്ങൾക്ക് വല്ലാത്ത പേടി തോന്നും, അത് വേണ്ട, ചിലപ്പോൾ ഇത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു പേടി മാത്രമല്ല, അതിലൂടെ ഒരു ബോധവൽക്കരണം നിങ്ങൾക്കുള്ളിൽ തന്നെ, ഒരു സെൽഫ് അവയർനെസ് നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് ശരിയാവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവും. അതിൻ്റെ ചിലപ്പം വരുംവരായികളെക്കുറിച്ച് നിങ്ങൾ ബോധേഡാവുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് 9 ഓഫ് വാണ്ട്സ് പറയുന്നത്. നെക്സ്റ്റ് 6 ഓഫ് കപ്സ് ആണ്. പാസ്റ്റിൽ നിന്നും നിങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളാവാം, പഴയകാല കൊളീഗ്സ് ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് പഴയ കൂട്ടുകാരൊക്കെ ആയിരിക്കും കേട്ടോ. ചുമ്മാ വണ്ടിയും പറഞ്ഞിരിക്കാനൊക്കെ വന്ന് സംസാരിച്ചിരിക്കുക, ഒരു കോഫി കുടിക്കാൻ പോവുക, അല്ലെങ്കിൽ അവരെ കുറച്ച് കാണുക, കേൾക്കുക, അവർ ഫോൺ വിളിക്കുക, പഴയ വീടുകളിലും അല്ല പഴയ നിങ്ങൾ താമസിച്ച വീട്ടിലോ നാട്ടിലോ പഴയ കൂട്ടുകാരുടെ അടുത്തേക്കോ പഴയ ജോലി സ്ഥലത്തേക്കൊക്കെ പോവുക, അവരുമായിട്ട് സംസാരിക്കുക. ഇതൊക്കെയാണ് 6 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ചിലപ്പോൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതായിരിക്കും, പഴയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മറ്റാരുടെങ്കിലും പറയുന്നതാവാനും സാധ്യതയുണ്ട്. ലാസ്റ്റ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണുന്നുണ്ട്, വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾ പണം ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്, ഓൾറെഡി നിങ്ങൾ അതിൽ നിങ്ങളുടെ നിക്ഷേപം അവിടെ തന്നെ ഉണ്ട്, പക്ഷേ അത് നിങ്ങൾക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത വിധം അതവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ അതിനെ കാത്തിരിക്കുന്നു എന്നാണ്. ആ പെൻറ്റക്കിൾ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തോ ഒന്നാണ്. അത് പണമാകാം, ഒരു വ്യക്തിയാകാം, ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന നല്ലൊരു ജോബാകാം, അങ്ങനെ എന്തോ ആകാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പണം എന്ന് പറയുന്നത് ഇന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാവാം. ഇവിടെ 4 ഓഫ് കപ്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പണമാണ്, നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്ത പണമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ളൊരു ട്രസ്റ്റ് ആയിരിക്കാം, അത് നിങ്ങൾക്കിപ്പോൾ തിരിച്ചു കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്കത് വേർത്തല്ല, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, യൂസ്ലെസ് ആയിപ്പോയി എന്നുള്ളതാണ്, നിങ്ങൾക്ക് ഉപയോഗത്തിന് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് അല്ലെങ്കിൽ അത് ചെയ്യണ്ടായിരുന്നു എന്നോർത്തൊരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ പണം ഇന്ന് നിങ്ങൾ വെയിറ്റിംഗ് ആണ്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറലായിട്ട് കാണുന്നത്. എന്താണ് ഗൈഡൻസ് ഫ്രം ഏഞ്ചൽസ് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ലുക്ക് ഫോർ എ സൈൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സൈൻ ചോദിക്കുക എന്നാണ്. ഒരു യൂണിവേഴ്സൽ അലൈൻമെൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് സൈൻ ചോദിക്കുക. ഞാൻ ഇങ്ങനെ ഇന്നത് കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് ഇന്നത് കാണിച്ചു തരണം എന്ന് യൂണിവേഴ്സിനോട് ആവശ്യപ്പെടണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ്. ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശം പറഞ്ഞു തരും. അതൊരു സൈൻ, നിങ്ങൾ ചോദിക്കുന്ന സൈൻ ആയിരിക്കും കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ശരിയായ സമയമല്ല, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം.
നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, വളരെ അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സ് ഗൈഡൻസ് എന്തുകൊണ്ടാണ് നിങ്ങളിലൊരു റിലേഷൻഷിപ്പിൽ സ്റ്റക്നെസ് വന്നിരിക്കുന്നത്? ദിസ് കുഡ് ബി ദ വൺ യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. നിങ്ങൾ ആരെയാണോ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മേക്ക് ദ എഫേർട്ടാണ്. റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ നിങ്ങൾ എടുക്കേണ്ടുന്ന ഭാഗം നിങ്ങൾ കൃത്യമായി ചെയ്യുക. എന്നാൽ മാത്രമാണ് റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. വർത്ത് വെയിറ്റിംഗ് ഫോർ, നിങ്ങളുടെ ഡിവൈൻ ടൈം ആവുന്നതേ ഉള്ളൂ. അത് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. യു ഹാവ് ടു വെയിറ്റ്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹണിമൂണാണ്. എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. ഇന്ന് ഹോളിഡേ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഹോളിഡേ ടൈം നിങ്ങൾ എൻജോയ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇന്ന് ആർക്കൊക്കെ ഹോളിഡേ ഉണ്ട്? ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതിനു മുമ്പ് ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് പറയണേ. കുറേ പേര് എല്ലാ ദിവസവും കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, റെസണേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരുന്നിട്ട് വീഡിയോ കണ്ടിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ കാണുന്നതിന് വളരെ നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യുന്നവർക്ക് അതിലും താങ്ക്സ്, കമൻറ്റ് ചെയ്യുന്നവർക്ക് വലിയ താങ്ക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ പറയണം. ശ്വാസം വിടുന്നതൊക്കെ ഭയങ്കര ഓക്വേർഡാണ്, കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സോറി ഫോർ ദാറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.